എന്താണോ പ്രതിപക്ഷം ആരോപിക്കുന്നത് ആ ആരോപിക്കുന്നത് അറിവ് പ്രതിപക്ഷത്തിന് മാത്രമേ ഉള്ളൂ. ഭരണപക്ഷത്ത് ആർക്കും അറിവില്ല. ഞങ്ങൾക്ക് അങ്ങനത്തെ കോടീശ്വരനെ കുറിച്ച് അറിയില്ല. പിന്നെ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടയ്ക്ക് കൊണ്ട് കൊടുക്കുന്ന ഒരു പടം ഞങ്ങൾ കണ്ടായിരുന്നു. അത് സോണിയാഗാന്ധിയുടെ കയ്യിലാണ്. ഇനി സോണിയാഗാന്ധി എന്ന കോടീശ്വരിയെക്കുറിച്ചാണോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റി തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് പറയുന്നത് നന്നായിരിക്കും. പിന്നെ അബിൻ വർക്കിക്ക് ഇവിടെ ഒരു വിഷമം വന്നു. ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം വന്നു. അത് പിണറായി വിജയൻ പറഞ്ഞിടത്ത് തന്നെ ഇന്ന് കേരളം നിൽക്കുന്നത്. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തിയല്ലോ പിണറായി വിജയൻ എന്നല്ലേ നിങ്ങളുടെ ആരോപണം? ഏത് ഖുറാനായിരുന്നു? എത്ര ഖുറാനുണ്ട്? ആ ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തിയെന്ന് നിയമസഭയിൽ പറഞ്ഞ KM ഷാജി ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഖുറാനെ പോലെ ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ സ്വർണ്ണക്കടത്തിൻ്റെ ഉപകരണമാക്കി മാറ്റി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക്, ലോകം മുഴുവൻ ഇസ്ലാം സമൂഹത്തെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, RSSന് ലോകം മുഴുവൻ ആയുധമുണ്ടാക്കി കൊടുത്ത ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് KM ഷാജി എന്ന ലീഗിൻ്റെ MLAയും അതിന് കൂട്ടുനിന്ന കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ രാജ്യത്ത് ചെയ്തത്. ജനകോടികൾ വിശ്വസിക്കുന്നൊരു വിശ്വാസ ഗ്രന്ഥത്തെയാണ്. എന്നിട്ട് ആ ഖുറാൻ്റെ മറവിൽ KT ജലീലും പിണറായി വിജയനും സ്വർണം കടത്തിയില്ല എന്ന് തെളിയുമ്പോൾ ഖുറാനോടൊപ്പം വിശുദ്ധമാകുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. അതുകൊണ്ട് ഖുറാനെ പോലെ തന്നെ ജനകോടികളുടെ മനസ്സിലെ വിശുദ്ധി അതോടൊപ്പം സ്വർണം കടത്തിയെന്ന ആരോപണം കേറ്റുവാങ്ങിയ കേരള മുഖ്യമന്ത്രിയുടെ വിശുദ്ധിക്കൊപ്പമുണ്ട് എന്നത് അഭിമാനത്തോടെ ഞങ്ങൾ പറയാം. രണ്ടാമത്തെ കാര്യം, ഇന്നലെ മാത്യു കുഴൽനാടൻ്റെ അവാർഡ് കിട്ടിയല്ലോ. ഇന്ന് അദ്ദേഹം ഇവിടെ തുള്ളിക്കളിക്കണ കണ്ടല്ലോ. ആ തുള്ളിക്കളിക്കണ ആൾ ഹേഗിലെ കോടതിയിലേക്ക് പോകാനിരിക്കുകയാണോ? അന്താരാഷ്ട്ര മനുഷ്യാവകാശ കോടതിയോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോടതിയോ? എന്താ അദ്ദേഹത്തിൻ്റെ യാത്ര? ചില്ലറ ബഹുമതിയാണോ പിണറായി വിജയന് ഈ കുഴൽനാടൻ ഉണ്ടാക്കി കൊടുത്തത്? സുപ്രീം കോടതി പോയിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഈ രാഷ്ട്രീയ കളിക്ക് ഞങ്ങളെ കിട്ടത്തില്ല, ഇനിയൊരു വാക്ക് പറഞ്ഞാൽ 10 ലക്ഷം പഴി കൊടുക്കണം. ആ കുഴൽനാടനെ രക്ഷിക്കാനല്ലേ ഈ നിയമസഭയിൽ ഈ കോലാഹലെല്ലാം കാണിക്കുന്നത്? കുഴൽനാടനെ അവിടെ നിർത്തി ഞങ്ങൾ പൊരിക്കത്തില്ലായിരുന്നു? ആ സുപ്രീം കോടതി കിട്ടിയെല്ലാം കൂടെ എടുത്ത് ചോദിക്കത്തില്ലായിരുന്നു? സതീശന് മുഖം കാണുമായിരുന്നു? അതുകൊണ്ട് ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങൾ ഞാനിങ്ങ് സ്വീകരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ PCR തന്നിട്ടുണ്ടല്ലോ നിഷാദ് റാവുത്തർ. വേണുവിന് അറിയാമല്ലോ, നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനല്ലേ. 1.71 കോടി രൂപയുടെ പാത്രങ്ങൾ, ശബരിമല അടക്കമുള്ള ദേവസ്വത്തിൻ്റെ പാത്രം കട്ടവരാരാ? ഉമ്മൻചാണ്ടി സർക്കാരാണേ, മുസ്ലിം ലീഗിൻ്റെ സർക്കാരാണേ, അബിൻ വർക്കിയുടെ സർക്കാരാണേ. അഴിമതി ഉണ്ടെങ്കിൽ കല്ലിട്ടത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നല്ലേ അതിൽ കാണുന്നത്. വേറെ ആരുമല്ല കേട്ടോ. ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശിവകുമാറിൻ്റെ സഹോദരൻ ജയകുമാർ, ആ ജയകുമാറിൻ്റെ പാരമ്പര്യമുള്ളവർ അവിടെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവരെ രക്ഷിക്കാൻ സതീശൻ എത്ര കളി കളിച്ചാലും സതീശ രക്ഷപ്പെടില്ല. കേരളത്തിൻ്റെ പോലീസ് പിടിക്കും. എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് പറയാം. ഞാനൊരു 3 പേര് പറയാം. ആർക്കെങ്കിലും വിവരമുണ്ടോ ഇവരെക്കുറിച്ച്? ശബരിമല എന്നല്ല, നമ്മുടെ നാട്ടിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ആഭരണങ്ങളുടെ കസ്റ്റോഡിയൻ ആരാണ്? ദേവസ്വം ബോർഡ് നിയമപ്രകാരം ആരാണ് കസ്റ്റോഡിയൻ? ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അല്ല, ദേവസ്വം ബോർഡ് മന്ത്രിയല്ല, LDFൻ്റെ ആരുമല്ല. ദേവസ്വം ബോർഡിൻ്റെ തിരുവാഭരണ കമ്മീഷണറാണ്. ആറന്മുളയിലാണ് ആഫീസ്. ആറന്മുളയിലെ ആഫീസിലിരിക്കുന്ന KG ബിജു എന്ന് പറയുന്ന മാന്യനെ അറിയുമോ? റിട്ടയറായി. അന്നും ഈ പരിപാടി നടക്കുന്ന കാലത്തെല്ലാം KG ബിജു എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ അവിടുത്തെ ദേവസ്വം ബോർഡ് സംഘടനയുടെ ഭാരവാഹിയാണ് KG ബിജു, തിരുവാഭരണ കമ്മീഷണർ. നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആരെങ്കിലും KG ബിജുവിനെ ചെന്ന് കണ്ടോ? ഇന്ന് മലയാള മനോരമയിൽ KG ബിജുവിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു കേട്ടോ. എന്തൊരു നെയ് പരുവത്തിലാണ് മനോരമ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താ ഈ KG ബിജുവിനെ കാണാൻ നിങ്ങൾ ചാനലുകാരും പോകാത്തത്? അവിടെയുള്ള ഉരുപ്പിടിയാണെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതിൻ്റെ ആദ്യത്തെയും അവകാശത്തെയും ഉത്തരം പറയേണ്ട കസ്റ്റോഡിയൻ KG ബിജുവാണ്. മുരാരി ബാബു എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ചെമ്പ് പാളി എന്നെഴുതിയാലും സ്വർണ്ണപ്പാളി എന്നെഴുതിയാലും സ്വർണം പൂശിയ പാളി എന്നെഴുതിയാലും ഏത് പാളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവിടുത്തെ തിരുവാഭരണ കമ്മീഷണറുടെ കസ്റ്റഡിയിലിരിക്കുന്ന പാളിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് വേറെ ഏതെങ്കിലും പാളിയാണെന്ന് മുരാരി ബാബു എഴുതിയാൽ കസ്റ്റോഡിയൻ്റെ കയ്യിരിക്കുന്ന സാധനം വേറൊരു പാളിയാവില്ല. അതുകൊണ്ട് മുരാരി ബാബുവിനെ ന്യായീകരിക്കാനല്ല ഞാൻ സംസാരിക്കുന്നത്. മുരാരി ബാബു എത്ര ദുരുദ്ദേശപരമായി എഴുതി കൊടുത്താലും ആ ദുരുദ്ദേശപരമായി എഴുതി കൊടുത്ത ആ കാര്യത്തിൽ
അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതിന് ഉത്തരവാദിത്വം ആർക്കാണ്? തിരുവാഭരണ കമ്മീഷണർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇത് പോറ്റിക്ക് കൊടുത്തു വിട്ടോ? ആരാണ് കൊടുത്തു വിട്ടത്? കൊടുത്തു വിട്ടവനെ പിടിക്കണോ? നിങ്ങളൊരു മുതൽ അപഹരിച്ചു എന്ന് പറയുന്നു, കോടീശ്വരനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ആരാണ് ശബരിമലയിൽ നിന്നും എടുത്തു കൊടുത്തു വിട്ടത്? വിട്ടവൻ്റെ പേരാണ് KG ബിജു. അദ്ദേഹം കോൺഗ്രസിൻ്റെ സംഘടനാ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തോടൊരു മാധ്യമങ്ങളും ചോദിക്കാത്തതിന് കാരണം എന്താണ്? അദ്ദേഹം ഇടതുപക്ഷക്കാരനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൂട്ടിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരനായ KG ബിജു എന്ന് പറയുന്ന തിരുവാഭരണ കമ്മീഷണർ ഇതെടുത്തു കൊടുത്തെന്നാണോ VD സതീശൻ പറയുന്നത്?